ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല ഇത്. കഴിഞ്ഞ ദിവസം വൈറ്റിലയിലൂടെ പാസ് ചെയ്തപ്പോൾ ഗോൾഡ് സൂക്ക് മാള് കാണാനിടയായി. ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. അവിടെയുള്ള KFCയിലും പിസ്സ ഹട്ടിലും അതുപോലെ തന്നെ ബിഗ് ബസാറിലും അവിടുത്തെ FBBയിലും ക്യൂ സിനിമാസിലും ഒക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, നമ്മുടെ എല്ലാം ഷോപ്പിംഗ് രീതികൾ മാറ്റിയ നമുക്ക് പലർക്കും നൊസ്റ്റാൾജിയ തോന്നുന്ന ബിഗ് ബസാർ, FBB ഈ ഒരു റീറ്റെയിൽ ശൃംഖലയ്ക്ക് എന്ത് സംഭവിച്ചു? ഇതിനെപ്പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോ. ഒരു നൊസ്റ്റാൾജിയ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മൾ ഇന്ന് കാണുന്ന ഈ റിലയൻസ് സ്റ്റോറുകളുടെയൊക്കെ മാതൃകയിൽ ആദ്യമായിട്ട് ഞാനൊരു ഷോപ്പിംഗ് എല്ലാം ചെയ്തത് ബിഗ് ബസാറിൽ നിന്നായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് വൈറ്റിലെ ഗോൾഡ് സൂക്കിലെ ബിഗ് ബസാർ. നിങ്ങൾക്ക് പലർക്കും അത് ഓർമ്മയുണ്ടാവും. FBBയിൽ നിന്ന് ഷോപ്പിംഗ് നടത്തിയതല്ല. പലർക്കും അതൊരു നൊസ്റ്റാൾജിയ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നമ്മുടെ എല്ലാം ഷോപ്പിംഗ് രീതികളൊക്കെ മാറ്റി തുടങ്ങിയത് ആ ഒരു ബിഗ് ബസാറിൽ നിന്നായിരുന്നു. ഈ റിലയൻസ് സ്റ്റോറൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം, അതായത് വസ്ത്രങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് വേറൊരു ഷോപ്പിൽ പോകാതെ തന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും പലചരക്കും ഒക്കെ വാങ്ങിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആശയമാണ് ബിഗ് ബസാർ അന്ന് നടപ്പിലാക്കിയത്. നമ്മളെല്ലാവരും അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് വരുമ്പോൾ നമ്മളെല്ലാം ചൂസ് ചെയ്യുന്നത് ഷോപ്പിംഗ് മാളാണ്. അവിടെ നമുക്ക് ഒരു ഐറ്റത്തിന് വേണ്ടി തന്നെ ഒന്നിലേറെ ഷോപ്പുകൾ നമുക്ക് ഓപ്ഷനായിട്ടുണ്ടാവും. അവിടെയും ഈ റിലയൻസും ലുലുവിൻ്റെയും മാക്സിൻ്റെയും ഒക്കെ ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ഷോപ്പിംഗ് ചിന്തകളും രീതികൾക്കും ഒക്കെ ഉണ്ടായ മാറ്റത്തിന് തുടക്കം കുറിച്ച ബിഗ് ബസാർ ഇന്നില്ല. ബിഗ് ബസാറിന്റെ ഡൗൺഫാളിനെ പറ്റിയാണ് ഈ വീഡിയോ. ലോകത്തിലെ ഏറ്റവും ധനികരായ 2 പേർ ബിഗ് ബസാറിനെ 26,000 കോടി മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് ഏതാണ്ട് 0 എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ബിഗ് ബസാർ എന്ന ഷോപ്പിംഗ് ശൃംഖലയുടെ ഉടമ കിഷോർ ബിയാനി ആയിരുന്നു. 2020 കിഷോർ ബിയാനിയുടെ ഉടമസ്ഥയിലുള്ള ഫ്യൂച്ചർ റീറ്റെയിൽ പാപ്പരത്തത്തിന്റെ വക്കിലെത്തി. ബാങ്കിന് 19,000 കോടിയും വെണ്ടർമാർക്ക് 6,000 കോടിയും അടയ്ക്കാൻ കഴിയാതെ വന്നു. ഈ ഒരു സമയം മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ തങ്ങളുടെ റീറ്റെയിൽ ബിസിനസ് വിപുലീകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കണ്ടത്. 2020 ഓഗസ്റ്റിൽ മുകേഷ് അംബാനി ഫ്യൂച്ചർ റീറ്റെയിലിന് 24,000 കോടിക്ക് വാങ്ങിക്കോളാം എന്ന് വാഗ്ദാനം ചെയ്തു. കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ, അതായത് ഇടപാട് ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു സമയമായപ്പോൾ അപ്രതീക്ഷിതമായ ഒരു എതിർപ്പുണ്ടായി. അത് മറ്റാരിൽ നിന്നും ആയിരുന്നില്ല. ഇന്നത്തെ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ പ്രമുഖരായ ആമസോണിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആ ഒരു എതിർപ്പ് വന്നത്. എങ്ങനെയാണ് ആമസോൺ ഇതിന്റെ ഇടയിൽ വന്നത് എന്നാവും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. അതൊരു രസകരമായ കാര്യമാണ്. 2019 ഈ ബിഗ് ബസാറിന്റെ പ്രധാന കമ്പനിയായ ഫ്യൂച്ചർ റീറ്റെയിലിന്റെ 49% ഓഹരി ഫ്യൂച്ചർ കൂപ്പണുകളിലൂടെ ആമസോൺ സ്വന്തമാക്കിയിരുന്നു. ഈ ഓഹരി സ്വന്തമാക്കിയതിനൊപ്പം ഈ ഇടപാടിലൊരു പ്രത്യേക വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതായത് മറ്റാരെങ്കിലും ഫ്യൂച്ചർ റീറ്റെയിലിൽ നിന്ന് കൂടുതൽ ഓഹരി വാങ്ങുന്നതിന് അനുവദിക്കാതിരിക്കാനുള്ള അവകാശം ഇതിലൂടെ ആമസോണിന് ലഭിച്ചു. ഓഹരി വാങ്ങിക്കുന്നത് അനുവദിക്കാതിരിക്കാനുള്ള അവകാശമോ? അതെന്താണെന്നല്ലേ? ഫ്യൂച്ചർ റീറ്റെയിലിനോ അതിൻ്റെ പ്രൊമോട്ടർമാർക്കോ 2019 ശേഷം അവരുടെ ഓഹരികൾ വിൽക്കാനോ വാങ്ങിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരും വാങ്ങുന്നതിന് മുമ്പ് ആമസോണിനായിരിക്കും ആദ്യം അത് വാങ്ങിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമസോൺ വാങ്ങിച്ചില്ലെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ റീറ്റെയിലിന് ഓഹരികൾ മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഫ്യൂച്ചർ റീറ്റെയിൽ അതിൻ്റെ എല്ലാ ഓഹരികളും വിൽക്കാൻ റിലയൻസിനെ സമീപിച്ചപ്പോൾ ആമസോൺ ആ ഇടപാട് തടയുകയും ഫ്യൂച്ചർ റീറ്റെയിൽ സ്വന്തമാക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ആമസോണിന്റെയും റിലയൻസിന്റെയും വളരെ വലിയ കളികളുടെ ഭാഗമായിരുന്നു. ആഗോളതലത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയ റീറ്റെയിൽ വിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ ആമസോണിനും റിലയൻസിനും ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കാനുള്ള ഒരു താക്കോലായിരുന്നു ഈ ബിഗ് ബസാർ. അതുകൊണ്ട് തന്നെ റിലയൻസും ആമസോണും ഒരു നിയമയുദ്ധം ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയാണ്. എന്നാലോ ഫ്യൂച്ചർ റീറ്റെയിലിന് 30,000 കോടി രൂപയുടെ കടം ബാക്കിയുണ്ട്. അതാണെങ്കിൽ അടയ്ക്കാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ റിലയൻസ് ആണെങ്കിൽ അത്ര എളുപ്പത്തിൽ ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടുമില്ലായിരുന്നു. ഈ ഫ്യൂച്ചർ റീറ്റെയിലിന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഔട്ട്ലെറ്റുകളെല്ലാം വാടകയ്ക്ക് എടുക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. 2020 ആയപ്പോഴേക്കും ഫ്യൂച്ചർ റീറ്റെയിൽ കടക്കണിയിലാവുകയും ബിഗ് ബസാറിന്റെയും അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളുടെയും വാടക നൽകാൻ കഴിയാതെയും വന്നു. ഈ ഒരു സാഹചര്യത്തിൽ റിലയൻസ് എന്താണ് ചെയ്തതെന്നറിയോ? ഫ്യൂച്ചർ റീറ്റെയിൽ ഗ്രൂപ്പ് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഔട്ട്ലെറ്റുകളുടെ യഥാർത്ഥ ഉടമസ്ഥരിൽ നിന്ന് ആ പ്രോപ്പർട്ടികൾ റിലയൻസ് നേരിട്ട് വാടകയ്ക്ക് എടുക്കുകയും അതിനുശേഷം അവ ഫ്യൂച്ചർ റീറ്റെയിലിന് തിരികെ സബ് ലീസ് ചെയ്യുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അടിസ്ഥാനപരമായി സ്റ്റോറുകളുടെ പ്രവർത്തനങ്ങളെല്ലാം അതുപോലെ തന്നെ തുടർന്നു, ഒന്നൊഴികെ. ഫ്യൂച്ചർ റീറ്റെയിൽ വിവിധ ഭൂവുടമകളിൽ നിന്ന് സ്വത്തുക്കളെല്ലാം വാടകയ്ക്ക് എടുക്കുന്നതിന് പകരം ഇതേ സ്വത്തുക്കൾ റിലയൻസിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. അതായത് റിലയൻസ് ഇപ്പോൾ ഭൂവുടമകളുടെയും ബിഗ് ബസാറിൻ്റെയും ഇടയിലായി. ബിഗ് ബസാറിൻ്റെ ഔട്ട്ലെറ്റുകൾ തനിക്ക് ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ മുകേഷ് അംബാനിയുടെ ബുദ്ധിയായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ. പിന്നീടായിരുന്നു യഥാർത്ഥ കളി നടന്നത്. 2022 മാർച്ച് ആയപ്പോൾ ഫ്യൂച്ചർ റീറ്റെയിൽ അവരുടെ വാടക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി റിലയൻസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയും
തുടർന്ന് ഫ്യൂച്ചർ റീറ്റെയിലിന്റെ 950 സ്റ്റോറുകളുടെ പാട്ടക്കരാർ ഉടൻ അവസാനിപ്പിക്കുകയും ചെയ്തു. ബിഗ് ബസാർ, FBB തുടങ്ങിയ 342 വലിയ സ്റ്റോറുകളും ഈസി ഡേ, ഹെറിറ്റേജ് തുടങ്ങിയ 493 ചെറിയ സ്റ്റോറുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം ഫ്യൂച്ചർ റീറ്റെയിലിന്റെ മൊത്തത്തിലുള്ള വിൽപ്പനയുടെ 65% വരുന്ന സ്റ്റോറുകളാണെന്ന് ഓർക്കണം. പണ്ടെവിടെയോ പറഞ്ഞു കേട്ട പോലെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയായ അവസ്ഥ. പാട്ടക്കരാർ അവസാനിപ്പിച്ച ശേഷം റിലയൻസ് ഈ ബിഗ് ബസാറിനെയും മറ്റു സ്റ്റോറുകളെയും റിലയൻസ് റീറ്റെയിൽ സ്റ്റോറുകളായിട്ട് റീബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മളെല്ലാം കയറുന്ന മിക്ക റിലയൻസ് സ്റ്റോറുകളും പണ്ട് ബിഗ് ബസാർ ആയിരുന്നു എന്ന് ചുരുക്കം. എങ്ങനെയായിരുന്നു ആ ഒരു ഷോപ്പ് ബിഗ് ബസാറായിട്ട് നിലനിന്നിരുന്നത്? അതേ സ്റ്റാഫ്, അതേ സ്റ്റോറ്, അതേ സജ്ജീകരണം, അതേ ഫോർമാറ്റ്, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ റിലയൻസിൻ്റെ ഉദ്യോഗസ്ഥർ ഈ സ്റ്റോറുകളിലേക്ക് പോയി ആ പ്രോപ്പർട്ടി സീസ് ചെയ്തുകൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി നിങ്ങൾ ഇന്നു മുതൽ റിലയൻസിൻ്റെ ജോലിക്കാരാണെന്ന് പറയുകയും അന്നു മുതൽ റിലയൻസ് ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ബിഗ് ബസാർ ഉദ്യോഗസ്ഥർക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതെല്ലാം കണ്ട് പൂർണ്ണമായി ഞെട്ടിപ്പോയതും നിസ്സഹായരായതും ആമസോൺ ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ന പോലെ ബിഗ് ബസാർ സ്റ്റോറുകൾ ഇല്ലാതാവുകയും തർക്കിക്കാൻ പോലും ഒന്നും അവശേഷിക്കാത്തതിനാൽ കോടതിയും കേസുകളും നിയമപോരാട്ടങ്ങളും എല്ലാം അർത്ഥശൂന്യമാവുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ബാക്കി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. കിഷോർ ബിയാനി ഇപ്പോഴും ഇന്ത്യയിലെ ആധുനിക റീറ്റെയിലിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. മറുവശത്ത് അദ്ദേഹം ഒരു തട്ടിപ്പുകാരനും പണവുമായി മുങ്ങിയ ആളാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് യഥാർത്ഥ കഥ എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖല എങ്ങനെയാണ് പാപ്പരായത്? കിഷോർ ബിയാനിയിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. ഒരു രാജസ്ഥാനി ബിസിനസ് കുടുംബത്തിൽ ജനിച്ച ബിയാനി 1997 പാന്തലൂൺസ് എന്ന ഷോപ്പിലൂടെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിൽപ്പനയിലേക്ക് പ്രവേശിച്ചു. അതായത് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഓൾ യുവർ ഫാഷൻ നീഡ്സ് എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു അത്. എല്ലാ ഫാഷൻ ആവശ്യങ്ങൾക്കും ഒറ്റ ഷോപ്പ്, അതായിരുന്നു പാന്തലൂൺസ്. ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റുഡിയോ, ഷോപ്പേഴ്സ് സ്റ്റോപ്പേഴ്സ്, ഫാബ് ഇന്ത്യ തുടങ്ങിയ സമാനമായ സ്റ്റോറുകൾ ഇപ്പോൾ വളരെ സാധാരണമാണെങ്കിലും ഈ പാന്തലൂൺസ് ആരംഭിച്ച സമയത്ത് ഇന്ത്യയിൽ ഇത് വളരെ പുതിയൊരു ആശയം തന്നെയായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന ചന്തകളിൽ നിന്നും ചെറിയ കടകളിൽ നിന്നുമെല്ലാം ഒരു സുപ്രധാനമായ മാറ്റം തന്നെയായിരുന്നു അത്. പാന്തലൂൺസ് ഒരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ബിയാനി നിരവധി ഔട്ട്ലെറ്റുകളോടെ ഇന്ത്യയിലുടനീളം ഈ ശൃംഖല അതിവേഗം വികസിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ എന്നിട്ടും അദ്ദേഹം തൃപ്തനായില്ല. അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ ഇന്ത്യൻ കുടുംബങ്ങൾ അവരുടെ മൊത്തത്തിലുള്ള ചെലവിന്റെ 10% താഴെ മാത്രമാണ് വസ്ത്രങ്ങൾക്കായി നീക്കിവെക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ കൂടുതൽ വിഹിതം ആളുകൾ ചെലവാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വസ്ത്രങ്ങൾ മാത്രമല്ല മറ്റെന്തെല്ലാം വിൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ചുരുക്കം പറഞ്ഞാൽ സൂര്യന് കീഴിലുള്ളതെല്ലാം വിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 2001 ബിഗ് ബസാർ എന്ന പേരിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ മെഗാ റീറ്റെയിൽ സ്റ്റോർ ആരംഭിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചു. ബിഗ് ബസാർ US-ന്റെ വാൾമാർട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും പക്ഷേ റിയാലിറ്റി അതല്ല. US-മായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പരമ്പരാഗത ഇന്ത്യയിലുള്ള ചന്ത എന്ന കൺസെപ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു കിഷോർ ബിയാനിയുടെ ആശയം. US വിപണിയെയും ഇന്ത്യൻ വിപണിയെയും നയിക്കുന്ന തത്വങ്ങൾ പരസ്പരം വളരെ വ്യത്യസ്തമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അമേരിക്കയ്ക്ക് 300 വർഷത്തിൽ താഴെയാണ് പ്രായം. നമ്മുടെ രേഖപ്പെടുത്തിയ ചരിത്രമാണെങ്കിൽ 3000 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നു. US-നാണെങ്കിൽ ഒരു ഏകീകൃത വിപണിയാണുള്ളത്. പക്ഷേ ഇവിടെയാണെങ്കിലോ ഓരോ 100 കിലോമീറ്ററിനും സംസ്കാരം, ഭക്ഷണം, ഭാഷ എന്നിവ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ അങ്ങേയറ്റം വൈവിധ്യപൂർണ്ണമാണ്. അമേരിക്കക്കാർ സമൃദ്ധമായിട്ട് ജീവിക്കുന്നു, അവരുടെ ഉപയോഗം കൂടുതലാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വിപണിയാണ് അവിടെ ഉള്ളത്. അതേസമയം ഇന്ത്യക്കാർ പൊതുവെ ക്ഷാമത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ ഉയർന്ന ഉപഭോഗം ഒരു നല്ല കാര്യമല്ലെന്നും നമ്മുടെ ചിലവുകളും ഉപഭോഗവും നമ്മൾ നിയന്ത്രിക്കണമെന്നും പൊതുവായ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ US-ൽ വർക്കൗട്ട് ആവുന്ന രീതി ഇന്ത്യയിൽ വർക്കൗട്ടായെന്ന് വരില്ല. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യക്കാർ മറ്റെന്തിനേക്കാളും വില എന്ന കാര്യത്തോട് വളരെയധികം സെൻസിറ്റീവാണ് എന്നുള്ളതാണ്. അതിനാൽ കിഷോർ ബിയാനി പലചരക്ക് സാധനങ്ങൾ, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വലിയ സ്റ്റോറുകൾ നിർമ്മിച്ചു. അദ്ദേഹം ഈ ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഇപ്പോഴുള്ള ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെയും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിൽ പോലെയും ഒക്കെ റിപ്പബ്ലിക് ദിനത്തിൽ സബ്സേ സസ്തേ ദിൻ വിൽപ്പന പോലുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തി കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തതിനാൽ ബിഗ് ബസാർ സ്റ്റോറുകൾക്ക് പുറത്ത് അക്ഷരാർത്ഥത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതാണ് ജനങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചു എന്നതിന്റെ പ്രധാന തെളിവ്. എന്നാൽ ഒന്ന് ഓർത്തു നോക്കൂ, അവർക്ക് എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനും എന്നിട്ട് ലാഭം നേടാനും സാധിച്ചു? ഡീപ്പ് ഡിസ്കൗണ്ടിങ് എന്ന ആശയമാണ് അദ്ദേഹം അവിടെ പ്രയോഗിച്ചത്. എന്താണ് ഡീപ്പ് ഡിസ്കൗണ്ടിങ്? നമുക്ക് 20 രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ് 15 രൂപയ്ക്കാണ് കടക്കാരന് ലഭിക്കുന്നതെങ്കിൽ അയാളുടെ ലാഭം ഒരു പാക്കറ്റിന് 5 രൂപ. അയാൾ ഒരു മാസം 1000 പാക്കറ്റ് വിൽക്കുകയാണെങ്കിൽ അയാളുടെ ലാഭം 5000 രൂപ. ഇനി ബിഗ് ബസാറിന് ഇതേ ബിസ്ക്കറ്റ് 15 രൂപയ്ക്ക് തന്നെ ലഭിക്കുന്നു എന്ന് കരുതുക.
അവർ അതേ ബിസ്ക്കറ്റ് 20 രൂപയ്ക്ക് വിൽക്കുന്നതിന് പകരം ഡിസ്കൗണ്ട് റേറ്റായ 18 രൂപയ്ക്ക് വിൽക്കുന്നു. പക്ഷേ 10,000 പാക്കറ്റുകൾ ഒരു മാസം സിമ്പിളായിട്ട് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു. കാരണം അവർ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു, കൂടുതൽ ബിസ്ക്കറ്റ് വിൽക്കാൻ സാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സാധാരണ കടകളിൽ 5,000 രൂപ നെറ്റ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബിഗ് ബസാറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 30,000 ആയിരിക്കും. അതായത് മറ്റു കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആവറേജ് 5 ഇരട്ടി. ഇതിനോടൊപ്പം കൂടുതൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് കൂടുതൽ സെയിലുകൾ നടത്തുകയും ചെയ്തു. ഇങ്ങനെ കൂടുതൽ ബിസ്ക്കറ്റുകൾ വിൽക്കുമ്പോൾ അത് എക്കണോമിയിൽ ഒരു കുലുക്കം ഉണ്ടാക്കും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബിഗ് ബസാർ ഡയറക്റ്റായി ബിസ്ക്കറ്റിൻ്റെ മാനുഫാക്ചറെ സമീപിച്ച് വീണ്ടും ഒരു 3 രൂപ കൂടി ഡിസ്കൗണ്ട് ആവശ്യപ്പെടും. അതായത് 15 രൂപയ്ക്ക് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് 3 രൂപ കൂടി ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ട് 12 രൂപയ്ക്ക് കിട്ടും. ആ ഒരു പ്രോഫിറ്റ് കൂടി കണക്കിലെടുത്താൽ ഇവർക്ക് പ്രോഫിറ്റിൽ 100% ഇൻക്രീസാണ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ അവിടെയും തീർന്നില്ല. ഇങ്ങനെ അവരുടെ ബിസിനസ് വോളിയം ഉയരുന്നത് തുടർന്നപ്പോൾ ബിഗ് ബസാർ തന്നെ അവരുടെ സ്വന്തം ബ്രാൻഡ് ലേബലിൽ കെച്ചപ്പ്, ഡിഷ് വാഷ് ലിക്വിഡ് തുടങ്ങിയ ഐറ്റങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇതവരുടെ ലാഭവിഹിതം വർദ്ധിപ്പിച്ചു. അതിനൊപ്പം തന്നെ ബിഗ് ബസാർ വെറും ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ എന്നതിനപ്പുറം ആളുകൾ അവരുടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസായി മാറ്റുന്നതിലും കിഷോർ ബിയാനി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനുവേണ്ടി നഗരത്തിലെ മധ്യഭാഗത്ത് തന്നെയുള്ള മാളുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ ഇതുപോലുള്ള ഔട്ട്ലെറ്റുകൾ തുറന്നു. ബിയാനിയുടെ ആഗ്രഹം അനുസരിച്ച് ശനിയും ഞായറും ആളുകളെ ഫാമിലിയോടൊപ്പം ബിഗ് ബസാറിൽ എത്തിക്കുന്നതിനും അവിടെ സമയം ചെലവഴിക്കുന്നതിനും വേണ്ടി വീക്കെൻഡ് സെയിൽ എന്ന രൂപത്തിൽ പ്രത്യേക ഓഫറുകൾ നൽകി. ബിഗ് ബസാറിൽ എത്തുന്നത് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ വരിക എന്നതിനപ്പുറം ഒരു സോഷ്യൽ ഔട്ടിംഗ് ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധം കാര്യങ്ങൾ സജ്ജീകരിച്ചു. അതായത് ബിഗ് ബസാറിൽ വരുന്നവർക്ക് ബിഗ് ബസാർ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഔട്ട്ലെറ്റുകളിൽ വിനോദ വിഭാഗങ്ങളും ഫുഡ് സ്റ്റേഷനുകളും ഒക്കെ ഉൾപ്പെടുത്തി. ബിയാനിയുടെ ഐഡിയ വളരെ സിമ്പിളാണ്. എത്രയും കൂടുതൽ സമയം ആളുകൾ സ്റ്റോറുകളിൽ ചെലവഴിക്കുന്നോ അതിനനുസരിച്ച് അവരുടെ പൈസ അവിടെ സ്പെൻഡ് ചെയ്യും. കിഷോർ ബിയാനിയുടെ ആഗ്രഹത്തോടൊപ്പം കുറഞ്ഞ വില ലഭിക്കണമെങ്കിൽ ലാർജ് വോളിയം വേണം എന്നുള്ളതുകൊണ്ടും ബിഗ് ബസാറും ഫ്യൂച്ചർ റീറ്റെയിലും വളരെ വേഗത്തിൽ വളർന്നു. 2001 സ്ഥാപിച്ച ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് 2019 300-ലധികം ഔട്ട്ലെറ്റുകളിലെത്തി. തുടക്കത്തിൽ തന്നെ, അതായത് 2001 ആദ്യത്തെ സ്റ്റോർ ആരംഭിച്ച് 22 ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 3 ബിഗ് ബസാർ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്തിരുന്നു. വളരെ പെട്ടെന്നുള്ള ഈ വിപുലീകരണത്തിന് നല്ല ചിലവ് വേണ്ടി വന്നു. ഡീപ്പ് ഡിസ്കൗണ്ടിങ്ങിലും ലാർജ് വോളിയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ആകർഷിക്കുന്നതിൽ അവർ വിജയിച്ചു. ഒരു വലിയ വോളിയം ഓഫ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിൽ അവർ വിജയിച്ചു. പക്ഷേ അവരുടെ വളർച്ചയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചർ റീറ്റെയിൽ വളരെ ചെറിയ പ്രോഫിറ്റ് മാർജിനിൽ, അതായത് റേസർ തിൻ പ്രോഫിറ്റ് മാർജിനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എക്കണോമിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം കൂടുതൽ പുതിയ സ്റ്റോറുകൾ തുറക്കുകയും ചെയ്ത ഈ ഒരു ബിസിനസ് മോഡൽ നിലനിർത്തണമെങ്കിൽ സ്ഥിരവും അതുപോലെ തന്നെ ഗണ്യമായ വരുമാന വളർച്ചയും അനിവാര്യമായിരുന്നു. പക്ഷേ ഫ്യൂച്ചർ റീറ്റെയിൽ ഓൾറെഡി കുറഞ്ഞ ലാഭത്തിലാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ ഈ പുതിയ സ്റ്റോറുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള മൂലധനം ജനറേറ്റ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ: കടം വാങ്ങിക്കുക. ഒരു റീറ്റെയിൽ ഭീമനെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ബിയാനി തൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങൽ ആരംഭിച്ചു. പക്ഷേ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ മൊത്തത്തിലുള്ള കടവും വർദ്ധിച്ചു. 2011 ആയപ്പോൾ പാൻറ്റലൂൺസിന് മാത്രം 4,350 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു. ഈ കടം മാനേജ് ചെയ്യാൻ 1,600 കോടി രൂപയ്ക്ക് ആദിത്യ ബിർള ഗ്രൂപ്പിന് വിൽക്കേണ്ടി വന്നു. 2015 ആയപ്പോൾ കടവും കടത്തിൻ്റെ പലിശയും ചേർത്ത് 5,800 കോടി രൂപയായി. എന്നാൽ ഈ സമയത്തും കിഷോർ ബിയാനിക്ക് ഓഫ്ലൈൻ റീറ്റെയിലിൽ വലിയ വിശ്വാസം തന്നെയായിരുന്നു. കടം ഇപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുമെന്നും ഇതെല്ലാം ബിസിനസിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം കരുതി. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് തൻ്റെ ബിസിനസ്സിനെ രക്ഷപ്പെടുത്താനും അതിൻ്റെ വളർച്ചയ്ക്കുമുള്ള ഏക പോംവഴിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഏറ്റെടുക്കലുകൾ നടത്തി. 2014 നീൽഗിരി 300 കോടി രൂപയ്ക്കും 2015 ഈസി ഡേ 500 കോടി രൂപയ്ക്കും 2016 ഹെറിറ്റേജ് ഫ്രഷ്, അതുപോലെ 2017 650 കോടി രൂപയ്ക്ക് ഹൈപ്പർ സിറ്റി, 2018 ഈസോൺ എന്നിവ ഏറ്റെടുത്തു. ഇതെല്ലാം ചെയ്തത് കടമെടുത്താണെന്ന് ഓർക്കണം. 2019 സെപ്റ്റംബറോടെ, കോവിഡിന് തൊട്ട് മുമ്പ് അവരുടെ മൊത്തം കടം 12,778 കോടി രൂപയായി. എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാൽ പോലും മൊത്തത്തിൽ തകർന്നു പോകാവുന്ന അവസ്ഥയിലായിരുന്നു ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ അവസ്ഥ. കോവിഡിൻ്റെ വരവോടുകൂടി അത് സംഭവിച്ചു. കർശനമായ ലോക്ക്ഡൗൺ കാരണം കടകൾ അടച്ചുപൂട്ടുകയും ഒരു വിൽപ്പന പോലും നടക്കാതിരിക്കുകയും ചെയ്തു. സ്ട്രഗിൾ ചെയ്താണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ വരുമാനം ആയിരക്കണക്കിന് കോടി രൂപയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ 0 മാറി. വരുമാനമാണ് 0. കടം അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കണം. ബാങ്കുകളും വായ്പ നൽകിയവരും എല്ലാം അവരുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് ഓരോ മാസവും കോടിക്കണക്കിന് അധിക പലിശ നൽകേണ്ടി വന്നു. 3 മാസത്തിനുള്ളിൽ അവർക്ക് 7,000 കോടി രൂപയുടെ വിൽപ്പനയാണ് നഷ്ടപ്പെട്ടത്. ഈ ഒരു നഷ്ടത്തിൽ നിന്നും അതുപോലെ തന്നെ കടത്തിൽ നിന്നും കരകയറാൻ അവർക്ക് കഴിയുമായിരുന്നില്ല.
ഒടുവിൽ ഫ്യൂച്ചർ റീറ്റെയിലിന് കടങ്ങളും ബാധ്യതകളും തീർക്കാൻ മുഴുവൻ ബിസിനസ്സും വിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതെ വന്നു. അവിടെയാണ് റിലയൻസിൻ്റെ എൻട്രി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ ലീഗൽ സ്റ്റോറി അവിടെ നിന്നാണ് ആരംഭിച്ചത്. പ്രാക്ടിക്കലി നോക്കിയാൽ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ എല്ലാ പ്രധാന സ്റ്റോറുകളും റിലയൻസിന് സ്വന്തമാണ്. ആമസോൺ ആണെങ്കിൽ ഒന്നിനെക്കുറിച്ചും കോടതിയിൽ തർക്കിക്കാനും പറ്റുന്നില്ല. ബിഗ് ബസാറിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതി ഇന്ത്യയിൽ ഓഫറുകളൊന്നും നിർത്തിയില്ല, ആളുകൾ പരമ്പരാഗത സ്റ്റോറുകളിലേക്ക് മടങ്ങുകയും ചെയ്തില്ല. ബിഗ് ബസാറിൻ്റെ തകർച്ചയെപ്പറ്റി പറയുമ്പോൾ ഡിമാർട്ട് എന്ന ഇന്ത്യയിലെ വളരെ വലിയൊരു ശൃംഖലയെപ്പറ്റി കൂടി പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കൊരു പക്ഷേ അത്ര സുപരിചിതമല്ലെങ്കിലും അവരുടെ സ്റ്റോറി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. രാധാകൃഷ്ണൻ ദമാനി എന്നയാൾ 2002 മുംബൈയിലാണ് ആദ്യത്തെ ഡിമാർട്ട് സ്റ്റോർ ആരംഭിച്ചത്. ബിഗ് ബസാർ പേപ്പർ സൂട്ട് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ ദമാനി എന്നയാൾ ഇവരെ പിന്തള്ളിയിരുന്നു. നിലവിൽ ഡിമാർട്ടിന് ഇന്ത്യയിലുടനീളം 340-ലധികം സ്റ്റോറുകളുണ്ട്. എന്നാൽ ഡിമാർട്ടിനെ പറ്റി പറയുമ്പോൾ അവരുടെ വിലയോ സ്റ്റോറുകളുടെ എണ്ണമോ അല്ല നമ്മൾ ഇവിടെ കണക്കിലെടുക്കുന്നത്, അവരുടെ കടങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കടങ്ങളില്ലായിരുന്നു. ബിഗ് ബസാർ കടത്തിൽ മുങ്ങുകയും ഡിമാർട്ടിൻ്റെ അടുത്ത എതിരാളിയായ റിലയൻസ് റീറ്റെയിലിന് 37,500 കോടി രൂപയുടെ കടം നിലനിൽക്കുകയും ചെയ്തപ്പോൾ ഡിമാർട്ടിൻ്റെ കടം ഫലത്തിൽ നോക്കുമ്പോൾ 0 ആയിരുന്നു. മാത്രമല്ല ഈ ഒരു ഇൻഡസ്ട്രി നോക്കുമ്പോൾ ഡിമാർട്ടിന് ഏറ്റവും ഉയർന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 5.3% ആണെങ്കിൽ റിലയൻസ് റീറ്റെയിലിന് ഇത് വെറും 2.6% മാത്രമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥിരതയാർന്ന റീറ്റെയിൽ ശൃംഖല പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഡിമാർട്ടിൽ നിന്ന് എന്താണ് ഈ ബിഗ് ബസാർ പഠിക്കേണ്ടിയിരുന്നത്? ഒന്നാമത്തെ കാര്യം നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാന ഘടകവും ഇത് തന്നെയാണ്. ഡിമാർട്ട് അവരുടെ സ്റ്റോറുകൾ നടത്തുന്ന എല്ലാ പ്രോപ്പർട്ടീസും അവരുടെ തന്നെ സ്വന്തമാണ്. എന്നാൽ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ കാര്യത്തിൽ അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗവും ഔട്ട്ലെറ്റുകളുടെ വാടകയ്ക്ക് കൊടുക്കാൻ തന്നെ വേണമായിരുന്നു. ബിഗ് ബസാറും റിലയൻസും ഒക്കെ ശരാശരി 2000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ചെറിയ സ്റ്റോറുകൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഡിമാർട്ട് ശരാശരി 40,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള വലിയ സ്ഥലങ്ങൾ വാങ്ങുന്നു. ബിഗ് ബസാറിൻ്റെ സ്റ്റോറുകൾ മാളുകളിലും അതുപോലെ തന്നെ പോപ്പുലേഷൻ കൂടുതലുള്ള പ്രദേശങ്ങളിലുമായിരുന്നു. അതേസമയം ഡിമാർട്ട് അവരുടെ സ്വന്തം ബിൽഡിംഗ് നിർമ്മിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് പരമായി നോക്കുമ്പോൾ വില കുറഞ്ഞതും എന്നാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഒരു സാധാരണ റീറ്റെയിൽ സ്റ്റോറിന് വാടക ഇനത്തിൽ അവരുടെ വരുമാനത്തിൻ്റെ 7% വരെ ചിലവാക്കേണ്ടി വരും. എന്നാൽ ഡിമാർട്ടിന് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിലൂടെ ഒറ്റത്തവണയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വഴി റിയൽ എസ്റ്റേറ്റ് രൂപത്തിൽ അസറ്റ് സ്വരൂപിക്കാനും കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ തോന്നും, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഈ വഴി സ്വീകരിക്കാത്തതെന്ന്. ശരിയല്ലേ? എന്തുകൊണ്ടെന്നാൽ ഈ ഒരു റൂട്ടിലൂടെ കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഇനിഷ്യൽ ക്യാപിറ്റൽ അഥവാ പ്രാരംഭ മൂലധനം ധാരാളമായി ആവശ്യം വരും. അതുമാത്രമല്ല ഇതിൻ്റെ ഗ്രോത്ത് വളരെ സാവധാനമായിരിക്കും. ബിയാനികളും അംബാനികളും എല്ലാം എന്ത് വില കൊടുത്തും ബിസിനസ്സിൻ്റെ വളർച്ചയും വിപുലീകരണവും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് മുന്നിൽ അവരുടെ ക്ഷമ പക്ഷെ പിന്നോട്ട് പോകുന്നു. 2002 ആദ്യത്തെ സ്റ്റോർ തുറന്നതിന് ശേഷം 2010 ആയപ്പോഴേക്കും ഡിമാർട്ടിന് 25 സ്റ്റോറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഓരോ വർഷവും 3 പുതിയ സ്റ്റോറുകൾ മാത്രം. ബിഗ് ബസാറിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ? ആദ്യത്തെ സ്റ്റോർ തുറന്നു കഴിഞ്ഞ് 22 ദിവസത്തിനുള്ളിൽ 3 സ്റ്റോറുകളാണ് തുറന്നത്. ഡിമാർട്ട് ഇതിനു പുറമെ കസ്റ്റമേഴ്സിന് അവിശ്വസനീയമായ കുറഞ്ഞ വില വാഗ്ദാനം ചെയ്യുന്നതിനായി എക്കണോമീസ് ഓഫ് സ്കെയിലും ഡീപ്പ് ഡിസ്കൗണ്ടിങ്ങും ഉപയോഗിച്ചു. ഇവിടെയും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഡിമാർട്ട് അവരുടെ ഇൻവെൻട്രിയിൽ ഉയർന്ന വിൽപ്പനയുള്ള ഇനങ്ങൾ മാത്രമേ സംഭരിക്കാറുള്ളൂ. അതായത് ഇൻവെൻട്രി ടേൺ റൗണ്ട് ടൈം അല്ലെങ്കിൽ ഒരു സ്റ്റോറിന് അതിൻ്റെ എല്ലാ ഇൻവെൻട്രികളും വിൽക്കാനും വീണ്ടും സംഭരിക്കാനും നിറയ്ക്കാനും വേണ്ടിവരുന്ന സമയം അവരുടെ കോമ്പറ്റീറ്റർമാരെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. ഉദാഹരണമായി റിലയൻസ് റീറ്റെയിലിൻ്റെ ഇൻവെൻട്രി ടേൺ റൗണ്ട് ടൈം 287 ദിവസമാണെങ്കിൽ ഡിമാർട്ടിന് ഇത് 148 ദിവസം മാത്രമാണ്. അതായത് റിലയൻസ് റീറ്റെയിലിനും ഡിമാർട്ടിനും 1000 പീസ് ബിസ്ക്കറ്റ് വീതം ലഭിക്കുകയാണെങ്കിൽ ഡിമാർട്ടിന് വെറും 148 ദിവസത്തിനുള്ളിൽ അത് വിൽക്കാനും പുതിയ ഇൻവെൻട്രി ഓർഡർ ചെയ്യാനും സാധിക്കും. അതേസമയം റിലയൻസിന് ഇതേ ഇൻവെൻട്രി ക്ലിയർ ചെയ്യാൻ 287 ദിവസം എടുക്കും. അതിനാൽ ബിഗ് ബസാറിൻ്റെയും ഡിമാർട്ടിൻ്റെയും സ്ക്വയർ ഫീറ്റിന് അവർക്ക് ലഭിച്ച ലാഭം കണക്കാക്കിയാൽ തന്നെ ഡിമാർട്ടിന് ബിഗ് ബസാറിൻ്റെ ഇരട്ടിയിലധികം വരുമാനം ലഭിക്കും. ഇതിലൂടെ ഡിമാർട്ടിന് ഒരു ഉൽപ്പന്നം കൂടുതൽ എണ്ണം വിൽക്കാൻ മാത്രമല്ല വെണ്ടർമാർക്ക് കൂടുതൽ വേഗത്തിൽ പണം നൽകാനും കഴിയും. സാധാരണയായി സാധനങ്ങൾ വിതരണം ചെയ്ത് 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ വെണ്ടർമാർക്ക് പണം നൽകുക എന്നതാണ് റീറ്റെയിൽ വ്യവസായത്തിലെ ഒരു മാനദണ്ഡം. എന്നാൽ ഡിമാർട്ട് കീപ്പ് ചെയ്യുന്ന ഒരു റെപ്യൂട്ടേഷനാണ് 7 ദിവസത്തിനുള്ളിൽ തന്നെ അവർ കുടിശ്ശിക തീർക്കും. ഇത് രാധാകൃഷ്ണൻ ദമാനിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ആയിരുന്നു. ഇത് കിഷോർ ബിയാനിയുടെ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ രീതികളിൽ നിന്ന് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരുന്നു. യൂണിറ്റ് എക്കണോമിക്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് ലാഭകരമാക്കി നിലനിർത്തുന്നതിൽ ദമാനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ബിസിനസ്സിൽ നമ്മൾ ക്ഷമയോടെ പ്രവർത്തിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ലാഭം കൊണ്ട് നമ്മളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്താൽ നമ്മൾ കടത്തിലേക്ക് പോകില്ല എന്നാണ്. ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, നമ്മൾ ഇന്ന് നോക്കുമ്പോൾ
പ്രാക്ടിക്കലി റിലയൻസ് ബിഗ് ബസാറിനെ റീപ്ലേസ് ചെയ്തു. ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ ഓഹരി വില 640 രൂപയിൽ നിന്നും വെറും 2.5 രൂപയിലേക്ക് താഴ്ന്നു. ഇതാണ് നമ്മളെല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക്